വിശദമായ വാർത്തകൾ നോക്കാം. വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ സിബിഐ ചോദ്യം ചെയ്യുന്നത് 20 മണിക്കൂർ പിന്നിട്ടു. തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും സന്ദീപ് ഘോഷ് പ്രതികരിച്ചു. മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന് രാത്രി സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് ദേശീയ വനിതാ കമ്മീഷൻ കണ്ടെത്തി. ഇന്നലെ 13 മണിക്കൂറോളം ചോദ്യം ചെയ്ത് വിട്ടയച്ച മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ഇന്ന് രാവിലെ 10 മണിയോടെ സിബിഐ ആസ്ഥാനത്ത് വീണ്ടും ചോദ്യം ചെയ്യലിനായി ഹാജരായി. അറസ്റ്റ് ചെയ്തെന്ന റിപ്പോർട്ടുകൾ സന്ദീപ് ഘോഷ് തള്ളി. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും പ്രതികരണം. আমাকে সিবিআই অ্যারেস্ট করেনি, প্রথম কথা। আমরাকে জিজ্ঞাসাবাদ করেছে, দ্বিতীয় কথা। আর এটা পুরো আন্ডার ইনভেস্টিগেশন আছে, সেজন্য আমি কিছু বলতে পারবো না। বাট আপনাদের কাছে একটা সবিনয় অনুরোধ, প্লিজ রিউমার স্প্রেড করবেন না. വനിതാ ഡോക്ടറുടെ കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും ആരോപണങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് സിബിഐ വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിൽ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സിന് സുരക്ഷ ഉണ്ടായിരുന്നില്ലെന്ന് ദേശീയ വനിതാ കമ്മീഷൻ കണ്ടെത്തി. കൊലപാതകം നടന്ന ഉടൻ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി തെളിവ് നശിപ്പിക്കാൻ വഴിയൊരുക്കിയെന്ന ഗുരുതര പരാമർശവും കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട്. കുറ്റകൃത്യം നടന്ന മുറി പോലീസ് സീൽ ചെയ്യേണ്ടതായിരുന്നുവെന്നും സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണമെന്നും കമ്മീഷൻ പറയുന്നു. മെഡിക്കൽ കോളേജിലെ പ്രതിഷേധത്തെ പിന്തുണച്ച 43 അധ്യാപകരെ കൂട്ടമായി സ്ഥലം മാറ്റിയ സംസ്ഥാന സർക്കാർ തീരുമാനവും വിവാദമായി. പ്രതിഷേധം ഇനിയും കടുപ്പിക്കാനാണ് സമരക്കാരുടെ തീരുമാനം. ആശയക്കുഴപ്പമുണ്ടാക്കാനും തകർക്കാനും ശ്രമിക്കുന്തോറും അനുദിനം ശക്തമാകുകയാണ് പ്രതിഷേധം. ആയിരങ്ങളാണ് കൊൽക്കത്തയുടെ തെരുവുകളിൽ നിറയുന്നത്. കൊൽക്കത്തയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഡോക്ടേഴ്സിന്റെ രാജ്യവ്യാപക പ്രതിഷേധം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പണിമുടക്കിൽ കേരളത്തിൽ ഉൾപ്പെടെ ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. സമരം അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഡോക്ടേഴ്സിന്റെ സംഘടനകളോട് ആവശ്യപ്പെട്ടു. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കും എന്നാണ് കേന്ദ്രത്തിന്റെ ഉറപ്പ്. മെഡിക്കൽ സ്ട്രൈക്ക് സിന്ദാബാദ്. മഴയായാലും വെയിലായാലും ഇല്ല, ഞങ്ങൾ പിന്നോട്ടില്ല. അത്യാഹിത വിഭാഗത്തെയും അടിയന്തര സേവനങ്ങളെയും ഒഴിവാക്കിയാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം. OP വാർഡ് പ്രവർത്തനങ്ങളെ സമരം കാര്യമായി ബാധിച്ചു. ഡൽഹി എയിംസിൽ ഡോക്ടർമാർ പ്രതിഷേധ മാർച്ച് നടത്തി. 5 ദിവസമായി തുടരുന്ന സമരത്തിൽ എയിംസ്, സഫ്ദർജംഗ്, RML തുടങ്ങിയ ആശുപത്രികളിലെ അത്യാഹിത വിഭാഗം ഒഴികെയുള്ളവ പ്രവർത്തിക്കുന്നില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്മാറില്ലെന്ന് സമരക്കാർ. തിരുവനന്തപുരത്ത് RCCയിലെയും ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും PG ഡോക്ടർമാർ ഉൾപ്പെടെ സമരത്തിന്റെ ഭാഗമായി പ്രധാന ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയവർ നിരാശരായി മടങ്ങി. ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് മേജർ സർജറി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ENTയിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ നെഫ്രോയിൽ, ന്യൂറോ, മറ്റുള്ള ഒരുപാട് വൈകല്യങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും വേണ്ടത്ര സുരക്ഷ ഒരുക്കണമെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. People who matters in the legislations to make us protect us as a society, as an individual, as a society, as a medical fraternity, the work done by them is not enough. The human respect from the human people, those who are sitting in the parliament, they must act, and they acted immediately. ഡോക്ടേഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സമരം അവസാനിപ്പിക്കണമെന്നും സമരക്കാരോട് കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്നും വെളിച്ചം കണ്ടില്ല. നടി രഞ്ജിനിയുടെ ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിലാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തത്. സംസ്ഥാന സർക്കാരിനോ സാംസ്കാരിക വകുപ്പിനോ ഇതിൽ പങ്കില്ല എന്നാണ് മന്ത്രി സജി ചെറിയാന്റെ വിശദീകരണം. അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർക്ക് ഇന്ന് രാവിലെ 11 മണിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകും എന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ കമ്മിറ്റിക്ക് മൊഴി നൽകിയവരെ കേൾക്കാതെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ കോടതിയെ സമീപിച്ച കാര്യം നടി രഞ്ജിനി സർക്കാരിനെ അറിയിച്ചു. ഇതോടെയാണ് സാംസ്കാരിക വകുപ്പ് ആശയക്കുഴപ്പത്തിലായത്. റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സർക്കാർ എതിരല്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. സർക്കാരിനകത്ത് ആ റോളുമില്ല, വകുപ്പിന് ആ റോളുമില്ല. വിവരാവകാശ കമ്മീഷൻ വിധിച്ചു, അതിനുശേഷം ഹൈക്കോടതി വിധിച്ചു. നടപ്പാക്കേണ്ട SPIO നടപ്പാക്കണം. രഞ്ജിനിയുടെ ഹർജിയുടെ നിലനിൽപ്പ് തന്നെ സംശയത്തിലാണെന്നും റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. ആ ഹർജി തന്നെ നിലനിൽക്കുമോ എന്നുള്ള സംശയം കോടതി തന്നെ പ്രകടിപ്പിച്ചതുകൊണ്ടും സ്വാഭാവികമായും ആ ഹർജി തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാലും ഒന്നും സംഭവിക്കാനില്ലെന്ന് നടനും MLA-യുമായ മുകേഷ്. ഹേമ കമ്മിറ്റി അവിടെ പോയിട്ട് ഞാൻ 4 മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചു. പിന്നെ എന്താണ് എഴുതിയതെന്ന് വേറെ ആൾക്കാർ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊന്നും അൾട്ടിമേറ്റ്ലി അങ്ങനെ ഭയങ്കര ഒരു ഡാമേജിങ് ആയിട്ടൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മാസം 19-നുള്ളിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം.
ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടാൻ തടസ്സമില്ലെന്ന നിയമോപദേശവും സർക്കാരിന് ലഭിച്ചിരുന്നു. എന്നിട്ടും സർക്കാരിന്റെ പിന്മാറ്റം എന്തുകൊണ്ടെന്ന് വ്യക്തമല്ല. രഞ്ജിനിയുടെ ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. 24 തിരുവനന്തപുരം. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. റിപ്പോർട്ടിലെ ശുപാർശകൾ സിനിമാ മേഖലയുടെ നവീകരണത്തിന് ഉതകുന്നതാകണം. പുതുതലമുറയ്ക്കും ഇത് ഗുണം ചെയ്യുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കാഫെ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ മുസ്ലിം ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ളയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് ആവശ്യം. വക്കീൽ നോട്ടീസിന് മറുപടി നൽകില്ല എന്ന് പാറക്കൽ അബ്ദുള്ള വ്യക്തമാക്കി. വടകരയിൽ നാളെ ഡിവൈഎഫ്ഐ വിശദീകരണ യോഗം സംഘടിപ്പിക്കും. ഡിവൈഎഫ്ഐ നേതാവും അധ്യാപകനുമായ തനിക്കെതിരെ പാറക്കൽ അബ്ദുള്ള വ്യാജ പ്രചാരണം നടത്തുന്നുവെന്നാണ് റിബേഷ് രാമകൃഷ്ണന്റെ ആരോപണം. 3 ദിവസത്തിനുള്ളിൽ ഖേദമറിയിച്ചുകൊണ്ടുള്ള കുറിപ്പ് പ്രസിദ്ധീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് രാംദാസ് മുഖേന പാറക്കൽ അബ്ദുള്ളയ്ക്ക് നൽകിയ വക്കീൽ നോട്ടീസിൽ പറയുന്നു. റിബേഷ് രാമകൃഷ്ണന്റെ ആവശ്യം പാറക്കൽ അബ്ദുള്ള തള്ളി. ഇതൊന്നും കാണിച്ച് നമ്മളെ ഭയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വക്കീൽ നോട്ടീസിന് ഒരു മറുപടിയും ഞങ്ങൾ അയക്കുന്നില്ല, അതിനെ ഇഗ്നോർ ചെയ്യാണ്. പോലീസ് ഒത്തുകളിക്കാനെന്നുള്ള ആരോപണമില്ല. പോലീസ് ഒത്തുകളിക്കുക ഇതുവരെ ചെയ്തത്. കുപ്രചരണം ഇടതുപക്ഷത്തിന്റെ രീതിയല്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന രീതിയല്ല എന്തെങ്കിലും ഇത്തരം പ്രചരണങ്ങൾ. ഞങ്ങൾ സ്ട്രെയിറ്റ് ആണ് കാര്യങ്ങൾ, രാഷ്ട്രീയമായി കാര്യങ്ങൾ പറയുക, ബാക്കി പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. റിബേഷ് രാമകൃഷ്ണൻ അഡ്മിനായ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയാണ് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചതെന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. വിവാദത്തിൽ പ്രതിരോധത്തിലായ ഡിവൈഎഫ്ഐ നാളെ വടകരയിൽ ബഹുജന പൊതുയോഗം സംഘടിപ്പിക്കുന്നുണ്ട്. 24 കോഴിക്കോട്. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട് നോക്കിയാൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് തുടരും. പമ്പാ നദിയിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നു. മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഴയോടൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മീൻ പിടിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. വടക്കൻ കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് 5 ദിവസം മഴ തുടരാനാണ് സാധ്യത. ജലനിരപ്പ് അപകടകരമായി ഉയർന്നതോടെ പമ്പയാറിലും മണിമലയാറിലും കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും ജല കമ്മീഷൻ അറിയിച്ചു. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും നാളെയും മഴ മുന്നറിയിപ്പുണ്ട്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി പ്രത്യേക യോഗം ചേരും. വയനാടിനായി വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക അദാലത്ത് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ജനകീയ തിരച്ചിൽ അവസാനിപ്പിച്ചതോടെ ചൂരൽമലയിലെ കടമുറികൾ വ്യാപാരികളെത്തി വൃത്തിയാക്കി തുടങ്ങി. വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതുൾപ്പെടെ ചർച്ച ചെയ്യാനാണ് തിങ്കളാഴ്ച സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ചേരുന്നത്. ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേക അജണ്ട. ക്യാമ്പുകളിലുള്ളവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്നതിൽ വേഗത്തിലാണ് നടപടികൾ നടക്കുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. 4 നിലയിലാണ് ആളുകൾ മാറാൻ തയ്യാറായിട്ടുള്ളത്. അത് ആരൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് എത്രയും വേഗത്തിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു നിലയാണ് പൊതുവെ സ്വീകരിക്കുന്നത്. എല്ലാവരും തൃപ്തരാണ് അക്കാര്യത്തിൽ. വയനാടിനായി വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക അദാലത്ത് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടുത്ത ആഴ്ച ദുരന്ത മേഖല സന്ദർശിക്കും. വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഉടൻ നൽകും. പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ട 296 കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വഴി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കി. GVHSS വെള്ളാർമലയിലെയും GLPS മുണ്ടക്കയിലെയും വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നൽകും. ഉരുൾപൊട്ടിയ മേഖലകളിലെ സംയുക്ത തിരച്ചിൽ അവസാനിപ്പിച്ചതോടെ ചൂരൽമലയിലെ കടമുറികൾ വ്യാപാരികൾ ശുചിയാക്കി തുടങ്ങി. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കൺമുന്നിൽ. 35 ലക്ഷം രൂപ ലോണുണ്ട്. ഞാൻ ഇത് കട നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് കുറേ വായ്പകളൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. ഞാനൊരു 10-30 വർഷമായിട്ട് ഇവിടെ കച്ചവടമാണ്. ഞാനും കുടുംബം ഇതുകൊണ്ട് തന്നെയാണ് ഉപജീവനം നടന്നു വന്നത്. ഫയർഫോഴ്സ് സംഘം മാത്രം ഇന്ന് ഉച്ചവരെ വെള്ളാർമല സ്കൂൾ ഭാഗത്ത് തിരച്ചിൽ നടത്തി. ഓരോ കടകളും തുറന്ന്
എന്തെങ്കിലുമൊക്കെ വീണ്ടെടുക്കാനുണ്ടോ എന്ന് പരതുകയാണ് ചൂരൽമലക്കാർ. പതിയെ ഇനി ജീവിതത്തിലേക്ക് മടങ്ങണം. ടീം 24 വയനാട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ അഴിമതി നിരോധന നിയമപ്രകാരം വിചാരണ ചെയ്യാൻ അനുമതി നൽകി ഗവർണർ. മൈസൂരു വികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഭൂമി കുംഭകോണ കേസിലാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ തവർ ചന്ദ് ഗെഹ്ലോട്ട് അനുമതി നൽകിയത്. നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് സിദ്ധരാമയ്യ ആരോപിച്ചു. മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ പ്രത്യേക പദ്ധതിയിലേക്കാണ് സിദ്ധരാമയ്യയുടെ ഭാര്യ VM പാർവതിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷിഭൂമി ഏറ്റെടുത്തത്. പകരം അതേ മൂല്യമുള്ള പ്ലോട്ട് നൽകണമെന്നാണ് മാനദണ്ഡം. എന്നാൽ പാർവതിയുടെ കേസരെ താലൂക്കിലെ സ്ഥലത്തിനു പകരം വിജയനഗരയിലെ 14 പ്ലോട്ടുകളാണ് ക്രമവിരുദ്ധമായി അനുവദിച്ചത്. പൊതുപ്രവർത്തകരായ മലയാളിയായ TJ എബ്രഹാം, പ്രദീപ് കുമാർ തുടങ്ങിയവരാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി ഗവർണറെ സമീപിച്ചത്. ഗവർണർ അനുമതി നൽകിയതോടെ ലോകായുക്തയോട് കേസെടുക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാർ കോടതിയെ സമീപിക്കും. ഗവർണറെ ഉപയോഗിച്ച് നടക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണിതെന്ന് സിദ്ധരാമയ്യ ആരോപിച്ചു. ರಾಜಭವನವನ್ನ ರಾಜಕೀಯ ದಾಳವಾಗಿ ಉಪಯೋಗಿಸ್ತಾ ಇದ್ದಾರೆ. ರಾಜಭವನದ ರಾಜ್ಯಪಾಲರು ಅವರು ಕೇಂದ್ರ ಸರ್ಕಾರದ ಕೈಗೊಂಬೆ ರೀತಿಯಲ್ಲಿ ಕೆಲಸ ಮಾಡ್ತಾರೆ. ಅದರಿಂದ ನಾವು ಕೋರ್ಟ್ನಲ್ಲಿ ಇದನ್ನ ಪ್ರಶ್ನೆ ಮಾಡಿ ನಾವು ಲೀಗಲ್ ಫ್ಯಾಕ್ಟ್ ಅನ್ನ ಮಾಡ್ತೇವೆ. മുഖ്യമന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും പ്രതികരിച്ചു. The entire state, the Congress party, the legislators and the cabinet stands behind Mr. Siddaramaiah. We stand solidly behind him. ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചേക്കും. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് BJPയുടെ തീരുമാനം. 24 ബംഗളൂരു. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിലെ ദൌത്യം അനിശ്ചിതത്വത്തിൽ. ഡ്രഡ്ജർ എത്തും വരെ തിരച്ചിൽ നിർത്തിയെന്നാണ് വിവരമെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ 24നോട് പറഞ്ഞു. ഡ്രഡ്ജർ എത്താൻ ഇനിയും വൈകുമെന്നാണ് കരാർ കമ്പനി അറിയിച്ചത്. അടിയൊഴുക്ക് കുറഞ്ഞെങ്കിലും കലങ്ങിയൊഴുകുകയാണ് ഗംഗാവലി പുഴ. ഡൈവിംഗിന് പ്രയാസമില്ലെങ്കിലും അടിത്തട്ടിൽ ഒന്നും കാണാനാവാത്ത സ്ഥിതിയാണെന്ന് പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നും സ്ഥിതി മാറാത്തതിനാൽ തെരച്ചിൽ ഒഴിവാക്കുകയായിരുന്നു. തെരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിലാവട്ടെ അവ്യക്തതയുമുണ്ട്. ഡ്രഡ്ജർ വരുന്നതുവരെ തിരച്ചിലില്ല എന്നാണ് നമുക്കറിയാൻ പറ്റിയിരിക്കുന്നത്. ഇനിയൊരു തെരച്ചിൽ ഡ്രഡ്ജർ കൊണ്ടുവന്നതിന് ശേഷമായി സാധ്യമാകൂ എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയ അറിയിപ്പ്. അടിത്തട്ടിലെ മണ്ണ് നീക്കാതെ മുങ്ങൽ വിദഗ്ധർക്ക് കൂടുതലൊന്നും ചെയ്യാനില്ലാത്ത സ്ഥിതിയുണ്ട്. അതിനായി തിങ്കളാഴ്ച തന്നെ ഡ്രഡ്ജർ എത്തുമെന്നാണ് സ്ഥലം MLA അവകാശപ്പെടുന്നത്. എന്നാൽ വ്യാഴാഴ്ചയെങ്കിലും ആവുമെന്നാണ് അതിന് നിയോഗിക്കപ്പെട്ട കമ്പനി പറയുന്നത്. അതിന് മുന്നോടിയായി പല അനുമതികളും കിട്ടേണ്ടതുമുണ്ട്. അതിനാൽ ദൗത്യം ഇനിയും നീളും. 24 ഷിരൂർ. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ശാഖയിൽ നിന്ന് 26 കിലോ സ്വർണം മോഷണം പോയതിൽ തനിക്ക് പങ്കില്ല എന്ന് മുൻ മാനേജർ മധ ജയകുമാർ. പോലീസ് തിരച്ചിൽ തുടരുന്നതിനിടെയാണ് മുൻ മാനേജറുടെ വീഡിയോ സന്ദേശം പുറത്തുവന്നത്. മധ ജയകുമാർ ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ആരോഗ്യ പ്രശ്നം കാരണമാണ് വടകരയിൽ നിന്ന് മാറി നിന്നതെന്നും മധ ജയകുമാർ. ഞാൻ ചെയ്യാതെ തെറ്റിക്ക് ഞാൻ നായ പോലെ ഇങ്ങനെ അളയി വെക്കുന്നുണ്ട്. ബാംഗ്ലൂർ എല്ലാവർക്കും അറിയാം ഞാൻ എത്ര ഒരു പെർഫോമൻസ് സ്റ്റെയർ മാനേജറിന്. എൻ്റെ ലൈഫ് സേവ് ചെയ്യണം പ്ലീസ്. തമിഴ്നാട് മേട്ടുപ്പാളയം സ്വദേശിയായ മുൻ മാനേജർ മധ ജയകുമാർ കഴിഞ്ഞ മാസം സ്ഥലം മാറിപ്പോയിരുന്നു. പകരമെത്തിയ മാനേജറാണ് തട്ടിപ്പ് കണ്ടെത്തിയതും പോലീസിൽ പരാതി നൽകിയതും. 26 കിലോ സ്വർണത്തിന് പകരം മുക്കുപണ്ടം വെച്ച് 17 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. വടകര DYSPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. 24 കോഴിക്കോട്. കൊല്ലം കുണ്ടറ പടപ്പക്കരയിൽ വീട്ടമ്മയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പടപ്പക്കര പുഷ്പവിലാസം വീട്ടിൽ പുഷ്പലതയാണ് മരിച്ചത്. പുഷ്പലതയുടെ പിതാവ് ആന്റണി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. മകൻ അഖിൽകുമാറിനെ കാണാനില്ല. മകൾ ഫോണിൽ വിളിച്ചിട്ടും എടുക്കാതിരുന്നതിനെ തുടർന്ന് സമീപവാസിയായ ബന്ധു വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് പുഷ്പലതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിതാവ് ആന്റണിക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആന്റണിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സമീപവാസികൾ അറിയിച്ചതനുസരിച്ച് കുണ്ടറ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുഷ്പലതയുടെ അച്ഛൻ ആന്റണി അണ്ണനെ അദ്ദേഹത്തിന് വെട്ടേറ്റ നിലയിലും അദ്ദേഹം ഇപ്പം മെഡിക്കൽ കോളേജിലാണ്. നിർഭാഗ്യവശാൽ പുഷ്പലത മരണപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്നും മറ്റു കാര്യങ്ങളൊന്നും വ്യക്തമല്ല. പുഷ്പലതയുടെ മകൻ അഖിൽകുമാറിനെ കാണാനില്ലെന്നാണ് വിവരം. മകന്റെ ഭാഗത്തുനിന്ന് ഉപദ്രവം ഉണ്ടാവുന്നുവെന്ന് ഇരുവരും ഇന്നലെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് പരാതി പറഞ്ഞിരുന്നു.
ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി മകന് താക്കീത് നൽകിയിരുന്നു. 24 കൊല്ലം. ഇത് സംഭവിച്ചത് തുടരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. സ്വാമി ഗംഗേശാനന്ദ കേസിൽ ക്രൈംബ്രാഞ്ചിന് തിരിച്ചടി. അപൂർണമാണെന്ന് ചൂണ്ടിക്കാട്ടി കുറ്റപത്രം കോടതി മടക്കി. ജനനേന്ദ്രിയം മുറിച്ച പെൺകുട്ടിയെ ഗംഗേശാനന്ദ പീഡിപ്പിച്ചു എന്നതാണ് കേസ്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, 7 വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. ഇത് അപൂർണമാണെന്നാണല്ലോ ഇപ്പോൾ കോടതി പറയുന്നത്. വിവരങ്ങൾ പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഈ സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ കേസ്, അതായത് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള കേസ്, അതിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ലൈംഗിക ഉപദ്രവം ചെറുക്കാനാണ് ജനനേന്ദ്രിയം മുറിച്ചത് എന്നുള്ളതായിരുന്നു ഇതിൽ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. മാത്രവുമല്ല, ജനനേന്ദ്രിയം മുറിച്ചതിനെതിരെ പെൺകുട്ടിക്കും സുഹൃത്തിനും മറ്റൊരു കുറ്റപത്രം നൽകുമെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ കുറ്റപത്രം കോടതി മടക്കിയിരിക്കുന്നത്. കുറ്റപത്രം അപൂർണമാണ് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. ലോക്കൽ പോലീസിന്റെ സീൻ മഹസറടക്കം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മാത്രവുമല്ല, ഈ ജനനേന്ദ്രിയം മുറിച്ച പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇതടക്കമുള്ള കാര്യങ്ങൾ, ലോക്കൽ പോലീസിന്റെ കൂടുതൽ രേഖകളടക്കമുള്ള ആദ്യ പരാതിയുടെ പകർപ്പടക്കമുള്ള കാര്യങ്ങളും കോടതി ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കുറ്റപത്രം മടക്കിയത്. പ്രവിത. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ശേഷം മടങ്ങിയെത്തിയ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് വീരോചിത വരവേൽപ്പ്. ഡൽഹി വിമാനത്താവളത്തിൽ വിനേഷിനെ സ്വീകരിക്കാൻ സഹതാരങ്ങളും നാട്ടുകാരും ആരാധകരും എത്തിയിരുന്നു. 1000 സ്വർണ്ണ പതക്കങ്ങളേക്കാൾ വലിയ സ്നേഹവും ആദരവുമാണ് തനിക്ക് ലഭിച്ചതെന്ന് വിനേഷ് ഫോഗട്ട് പറഞ്ഞു. ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെ VIP ഗേറ്റിലൂടെ പുറത്തേക്ക് വന്ന വിനേഷ് ഫോഗട്ടിന് വൈകാരിക വരവേൽപ്പ്. വിനേഷിനെ കാത്ത് ഗുസ്തി താരങ്ങളായ സാക്ഷി മാലിക്കും ബജ്രംഗ് പൂനിയയും നേരത്തെ എത്തിയിരുന്നു. സാക്ഷിയെ കെട്ടിപ്പിടിച്ച് വിനേഷ് പൊട്ടിക്കരഞ്ഞു. ഹരിയാനയിൽ നിന്ന് വിനേഷിന്റെ നാട്ടുകാരും നിരവധി ആരാധകരും വിമാനത്താവളത്തിലെത്തിയിരുന്നു. വൈകാരിക സ്വീകരണത്തിനിടെ പലവട്ടം വിനേഷ് വീങ്ങിപ്പൊട്ടി. രാജ്യത്തോട് നന്ദി പറഞ്ഞ വിനേഷ് താൻ ഭാഗ്യം ചെയ്തവളെന്ന് പ്രതികരിച്ചു. कर रहे हैं, स्वागत कर रहे हैं और आपने उन्होंने गोल्ड मेडल नहीं दिया तो क्या हो गया, हमारे अपनों ने हमें गोल्ड से भी ऊपर नवाजा है. വലിയ നേട്ടമാണ് വിനേഷിന്റേതെന്ന് സാക്ഷി മാലിക് 24നോട് പറഞ്ഞു. बहुत बढ़िया जो विनेश ने काम किया है वो बहुत कम लड़कियां कर पाती है और इसको जितना मान सम्मान प्यार दोगे उतना ही अच्छा रहेगा. വിമാനത്താവളത്തിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ഹരിയാനയിലെ ജന്മനാട്ടിലേക്കുള്ള വിനേഷിന്റെ മടക്കം. ഇതുവരെ ഒരു താരത്തിനും കിട്ടാത്തത്രയും വലിയ സ്വീകരണമാണ് സ്വന്തം നാട്ടുകാരും ആരാധകരും ചേർന്ന വിമാനത്താവളത്തിൽ ഒരുക്കിയത്. ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.